ഇന്ത്യയിലുള്ള എല്ലാവരും അറിഞ്ഞോ ചക്കരയുടെ ഓപ്പറേഷൻ കഴിഞ്ഞത്? ഇവിടെ നോക്കി നമ്മുടെ വീട് കാണാം. നീ അതൊക്കെ വീഡിയോ എടുക്കണേ വേണ്ട. ഇതാണ് ശ്രീത്തിന്റെ വീട് ആയിരുന്നത്. ഇവിടെ ഇല്ല, ഇപ്പൊ കുന്നങ്ങാടിയിലാണ് വീട്. മൾബറി വേണം. മൾബറി മൾബറി വരാ. മൾബറി ഇല്ലല്ലോ. ഈ പോർഷനുണ്ടല്ലോ, ഇത് ശരിക്കും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശത്ത് കാണുന്ന പോർഷനാണിത്. ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഒരു ഗ്രൗണ്ട് ഒക്കെ, അതായത് ആ ബാക്കിൽ കാണുന്ന ഗ്രീൻ കളർ വീടില്ലേ, അത് അവിടെ നിന്നാണ് നമ്മളുടെ പോർഷനിൽ കാണുന്നത്. ഇപ്പം ഇവിടെ ഇത് മുഴുവൻ കൊയ്തു. ഇത് കൊയ്യുന്നതിന് മുന്നേ ഞാറിട്ട സമയത്ത് ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊയ്ത് കഴിഞ്ഞു. ആ സമയത്ത് കുറച്ച് അൺഹെൽത്തി ആയതുകൊണ്ട് ഫോട്ടോഷൂട്ട് നടന്നില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി ഒരു ട്രെൻഡിങ് ഫോട്ടോഷൂട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫോട്ടോഷൂട്ട് ചെയ്യാൻ ആരെയും ക്ഷണിക്കണില്ല. കാരണം നമ്മുടെ അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വിഷമമായി. അറിയാത്ത ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ട് വരാനുള്ളൊരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. പക്ഷെ ഇൻട്രോയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒരു കാഴ്ച ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് പല ശോഭാ സിറ്റിയുടെ ഒക്കെ പുറകു വശമാണിത്. നമ്മളിവിടെ തല കുനിന്ന് ഇവിടെ വെള്ളം ഇത് നല്ല ഒരു ആംബിയൻസ് ആണ് കേട്ടോ. എൻ്റെ വീടിന്റെ ഫ്രണ്ട് വശം. ഞാനിങ്ങടെ ആദ്യമായിട്ടാണ് വരുന്നത്. നമ്മുടെ വീട് കാണുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ വീട് കണ്ട ആ ഒരു റെഡ് വീടിന്റെ താഴെയാണ് നമ്മുടെ വീട് കേട്ടോ. നിങ്ങൾ മീൻ പിടിക്കാൻ പോവാണ്. മീൻസ് വല്ലവരും പിടിച്ചു വെച്ച മീന് നമ്മൾ എടുക്കാൻ പോവാണ്. അല്ല, അവിടെ ചേട്ടനുണ്ട്, മോശമല്ല. ഓക്കെ, ചേട്ടനുണ്ട്. അപ്പൊ ഇതില് ലോട്ട്സ് ഓഫ് മീനുകളുണ്ട് കേട്ടോ. ബ്രാലാണ് നമ്മള് കവറിലേക്ക് നേരെ കവറിലേക്ക് എടുക്ക്. അതിന്റെ കഴുത്ത് അമർത്തി പിടിക്കട്ടെ, അല്ലെങ്കിൽ താഴത്തേക്ക് തന്നെ പോവത് കണ്ടാ. പിടിക്കാതെ വശല്ല. എന്നിട്ട് കാണിക്കണ കവറായിരിക്കത്. അത് കുഴപ്പമില്ല, അത് വണ്ണാവും. അതിനെ എനിക്കെടുത്തിട്ടോ. രാലിനെ നല്ല കഴുകി വൃത്തിയാക്കി വറുത്ത് പിന്നെ നമ്മൾ പാലൊക്കെ ഒഴിച്ച് കറിയൊക്കെ വയ്ക്കും. ഇവിടുത്തെ ഭംഗിയാണ് കാണിച്ചു തരാം. അതായത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേറ്റുപുഴയുടെ ഒരു അറ്റാണ്. ഇവിടെ ഒരുപാട് കോൾപ്പാടങ്ങളാണുള്ളത്. കേട്ടോ. അപ്പം ഞാൻ ഈ പോർഷനിലേക്കൊന്നും വന്നിട്ടില്ല. കാരണം ഇവിടെ ഇങ്ങനെ ചെറിയ ഇവൻറ്റുകളൊക്കെ ഇങ്ങനെ ഞായറാഴ്ചകളൊക്കെ ആകുമ്പോൾ ഉണ്ടാവും. അപ്പോൾ നല്ല ഭംഗിയുള്ള കുറേ സ്ഥലങ്ങളുണ്ട് കാണാനായിട്ട്. വഞ്ചിയുണ്ട്, കോൾപ്പാടത്ത് മീനുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. കാണാൻ നല്ല രസമുള്ള സ്ഥലമല്ലേ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ബാക്കിലേക്ക് കുറേ സ്ഥലമുണ്ട് കേട്ടോ. പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റില്ല, പേടിയാണ്. പാമ്പുണ്ടാവും മേ ബി. പിന്നെ അവിടെ നെല്ലൊക്കെ കൊയ്ത് കഴിഞ്ഞ് സെറ്റായി. അപ്പോഴാണ് ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞത് നല്ല ബ്രാലിനെ പിടിച്ച് വെച്ചിട്ടുണ്ട്, കൊണ്ടുപോകാം. അവിടെ മറ്റേ ബ്രാലിനെ പിടിക്കുന്ന സാധനമൊക്കെ ഞാൻ കാണിച്ചു തരാം. എല്ലാവരും കണ്ടിട്ടുണ്ട്, എന്നാലും എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് വെച്ചിട്ടാണ്, ഇതൊക്കെയാണ് പണിയായുധങ്ങൾ. ഇത് നമുക്ക് ബ്രാലിനെ ഇട്ടിട്ടുണ്ട്.
തോണി ഉണ്ട് ഇവിടെ. ഈ വഴിയാട്ടാ, അത് പോണത് വേറെ വഴിയാണ്. സൂക്ഷിച്ചിറങ്ങട്ടാ. പാടത്തിന്റെ നടുവ് കൂടെ പോണത്. അവിടെ ആ കാണുന്ന റെഡ് വീടിന്റെ അവിടെയാണ് നമ്മുടെ വീടുള്ളത്. അവിടെ വരെ നമ്മൾ പോവും വണ്ടിയില്. ഓ, ഇത് ഭയങ്കരമായിട്ട് കുലുക്കും. ബ്രാൽ കയ്യിൽ കിടന്ന് കുലുങ്ങുന്നുണ്ട്. എൻ്റെ മെതുകിനേക്കാളും ഭംഗിയുണ്ട് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇവിടുത്തെ ആംബിയൻസ് വേറെയാണ്. മെതുക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ക ഗ്രാമീണ ഭംഗിയാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാടം വൈബാണ്. ഇവിടെ ഒരു അമ്പൽക്കുളം ഉണ്ടായിരുന്നു കേട്ടോ. ഉമ്മച്ചി പാടത്തിൽ കൂടെ ആണെന്നുള്ള ഹണ്ടിങ് മീൻസ് ഡ്രൈവിംഗ്. ആ, നമ്മൾ പാടത്തിൽ കൂടെ പോകുന്നത്. ഒന്നും പറ്റിയില്ല ഭാഗ്യത്തിന്. ഒരു 3 കിലോ ഉണ്ടാവും. നമ്മൾ വന്ന വഴി നഷ്ടമില്ലല്ലോ. ആരെഞ്ഞ് കഴുകി വൃത്തിയാക്കുക. ഇവിടെ വന്നാ ചേർന്നല്ലേ? അല്ല, വേറെ വഴി കണ്ടില്ലേ നീ? നമ്മൾ അവിടെ നിന്ന് വന്നോ, ഇവിടെ എത്തി. നമ്മുടെ വീട്ടിലേക്ക് കയറാൻ പോകട്ടെ. അൺസപ്പോണ ടൈം ഇതൊക്കെ ഇതിലൂടെ അച്ചച്ചയുടെ സ്ഥലമായിരുന്നു. ഇതൊക്കെ ഇവർ കൊടുത്ത സ്ഥലങ്ങളാണ്. യെസ്, നമ്മളങ്ങനെ വീട്ടിലെത്തി.